സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഗണേഷാണ്, GK പ്രോപ്പർട്ടീസ് പാലക്കാട്. നമ്മുടെ ഇന്നത്തെ വീഡിയോ പാലക്കാട് വടക്കഞ്ചേരിയാണ് പ്രോപ്പർട്ടി വരുന്നത് കേട്ടോ. അതായത് തൃശ്ശൂർ പാലക്കാട് ഹൈവേ, നാഷണൽ ഹൈവേ ആണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇവിടെ നിന്ന് ഏകദേശം ഒരു 5 കിലോമീറ്റർ മാറിയിട്ട്, അതായത് ഇപ്പം നമ്മൾ സർവീസ് റോഡിലേക്ക് കയറിയിട്ടുണ്ട്. ഈ സർവീസ് റോഡിൽ നിന്ന് നേരെ ഡയാന ഹോട്ടലിൻ്റെ അവിടെ നിന്ന്, ഡയാന ബാർ ഹോട്ടലിൻ്റെ ഓപ്പോസിറ്റ് റോഡാണ് നമുക്ക് തിരിയേണ്ടത്. ഇതാണ് ഡയാന ഹോട്ടൽ കാണുന്നത്. ഇവിടെ നിന്നതിൻ്റെ ഓപ്പോസിറ്റ് റോഡ് നമ്മൾ തിരിഞ്ഞ് റൈറ്റിലോട്ട് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൊത്തപ്പാറ ചവിട്ടുപാടം റോഡാണ്. അപ്പോൾ ഈ റോഡിലൂടെ നമുക്ക് ഏകദേശം ഒരു 5 കിലോമീറ്റർ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കണ്ണംകുളം കഴിഞ്ഞിട്ടുള്ള ഒരു സ്ഥലമാണ്. അവിടെ നമുക്ക് ഏകദേശം ഉള്ളത് ഈ പഞ്ചായത്ത് റോഡ് നമുക്ക് സൗകര്യമുണ്ട്. നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് വാഹനങ്ങളെല്ലാം എത്തും. ഒരു 95ഓളം തെങ്ങിൻ്റെ തൈകളും 300 ചില്ലറ കവുങ്ങിൻ്റെ തൈകളും, പിന്നെ ഒരു നല്ലൊരു ഓപ്പൺ കിണർ, ഒരു ബോർവെല്ല്, ഒരു 12 വലിയ കവുങ്ങ്, അതുപോലെ ഒരു ചെറിയൊരു ഷീറ്റൊക്കെ ഇട്ടിട്ടുള്ള വീട്, അങ്ങനെ എല്ലാ സൗകര്യങ്ങളും ഉള്ള ഒരു പ്രോപ്പർട്ടിയാണ് നമ്മൾ ഇപ്പോൾ ഈ ലൊക്കേഷനിൽ കാണാൻ പോണത്. ഇതിൻ്റെ വിലയാണ് ആദ്യം പറയേണ്ടത്. ഇതിൻ്റെ വില, ടോട്ടൽ വില മൊത്തം 1 ഏക്കർ 85 സെന്റ് സ്ഥലത്തിന് ഉൾപ്പെടെ ചോദിക്കുന്നത് വെറും 32 ലക്ഷം രൂപ. വെറും 32 ലക്ഷം രൂപയാണ് ചോദിക്കുന്നത്. ഈ പ്രോപ്പർട്ടിയിലേക്ക് നമുക്ക് കയറാം. ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് കയറുന്ന റോഡ്. ഇപ്പം നമ്മൾ കോൺക്രീറ്റ് റോഡ് കണ്ടു. ഇത് എൻ്റെ അവസാനിച്ചു. ഇനി നമുക്ക് ഈ കാണുന്ന തന്നെയാണ് കേട്ടോ, അധികം ദൂരമൊന്നുമില്ല. ഇതാ ഈ കാണുന്ന നമ്മുടെ പ്രോപ്പർട്ടി വന്നു. ഇവിടെ നിന്ന് ഇതൊരു പ്ലോട്ടാണ്. ഒരു വീടൊക്കെ ഉള്ള ഒരു നമ്മൾ അതിർത്തി പങ്കിടുന്ന ഒരാളുടെ വീടും സ്ഥലമാണ് ഇപ്പുറത്തുള്ളത്. അത് കഴിഞ്ഞ് തൊട്ട് പുറകിലായിട്ട് ഇവിടെ നിന്ന് നമ്മുടെ പ്രോപ്പർട്ടി സ്റ്റാർട്ട് ചെയ്തു. ഇതാണ് നമ്മുടെ സ്ഥലം. ഇതിൽ കുറേ വാഴയും തെങ്ങിൻ തൈകളും, അതുപോലെ 10-12 വലിയ തെങ്ങുകളും, പിന്നെ ഒരു 100ഓളം റബ്ബറുണ്ട്. അതുപോലെ ഒട്ടനവധി ഉണ്ട്. ഈ വീഡിയോ നിങ്ങളൊന്ന് മുഴുവനായിട്ട് കാണുക. അപ്പോൾ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള വില കുറവുള്ള പ്രോപ്പർട്ടികൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളൊന്ന് ലൈക്കും ഷെയറും ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണ ഈ ആവശ്യക്കാരിലേക്ക് എത്താൻ അതൊരു സഹായമാവും. ഇതാണ് ചെറിയൊരു ഷീറ്റൊക്കെ ഇട്ടിട്ടുള്ള വീടെന്ന് പറഞ്ഞത്. ഈ കാണുന്നതാണ് നമ്മുടെ സ്ഥലം. ഇത് നമ്മുടെ തൊട്ടടുത്തുള്ള പ്രോപ്പർട്ടിയോട് ചേർന്ന് നടക്കുന്നൊരു വീടാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളിപ്പോൾ വന്ന വഴി. ഇതാണ് ഒരു 10-12 തെങ്ങുകൾ നമുക്ക് വലുതുണ്ടെന്ന് പറഞ്ഞത്. ഈ കാണുന്ന ഇതാണ്. അതുപോലെ നമുക്ക് ഇതിന്റെ പുറകുവശത്തേക്കും സ്ഥലങ്ങളുണ്ട് കേട്ടോ. നമുക്കപ്പോൾ ഒന്ന് ഈ വീട് എന്ന് പറയുമ്പോൾ ഷീറ്റൊക്കെ ഇട്ടുള്ള വീടാണ്. നമുക്ക് ഉള്ളിലേക്ക് ഒന്ന് കയറി നോക്കാം. ഇതാണ് ഒരു ഹാള് അത്യാവശ്യം വലിപ്പമൊക്കെ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് മുകളിൽ ആസ്പെറ്റോസിന്റെ ഷീറ്റാണ് ഇട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ ഇതിൽ ഒരു ബാത്റൂമാണ് ഇപ്പോൾ ഇവിടേക്ക് കാണുന്നത്. ഇവിടെ തിരിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബാത്റൂം ഉണ്ട്. പിന്നെ ഇതിൽ സൗകര്യം വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല. ഈ ഹാൾ നമുക്ക് ഉപയോഗിക്കാം. അതുപോലെ അടുക്കള, അതുപോലെ വർക്ക് ഏരിയ എന്ന് പറഞ്ഞ സ്ഥലങ്ങളൊക്കെ തന്നെ ഉള്ളൂ. ഇതിൽ വലിയ ഫാമിലിക്ക് പറ്റുന്ന വലിയ വീടല്ല നമ്മൾ ഉദ്ദേശിച്ചതും പറഞ്ഞതും. ഇത്തരത്തിലെ തോട്ടങ്ങളൊക്കെ നോക്കാനും പിടിക്കാനൊക്കെ ആയിട്ട് താമസിക്കാനുള്ള സൗകര്യം വാങ്ങുന്നവർക്ക് ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് ഞാൻ പറയാൻ കാരണം. ഒരു പണിക്കാർക്ക് താമസിക്കാനൊക്കെ പറ്റുന്ന രീതിയിൽ ഉള്ള ഒരു സൗകര്യം ഇവിടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമുക്കിത് പുറത്തേക്ക് ഇറങ്ങി നോക്കി കഴിഞ്ഞാൽ ഇതാണ് നമുക്ക് വിശാലമായിട്ട് ഈ സ്ഥലങ്ങൾ മുഴുവനായിട്ട് കാണാം. ഇതാണ് നമ്മുടെ പറമ്പ് കണ്ടോ. ഇതിന് 4 അതിരൊന്നും കാണിച്ചാൽ നമുക്ക് പറ്റില്ല, കാരണം അത്രയുണ്ട്. 1 ഏക്കർ 85 സെന്റ് സ്ഥലമുണ്ട്. ഇതിൽ കണ്ടോ ഈ തെങ്ങിൻ തൈകളുണ്ട്. ഈ തെങ്ങിൻ തൈകൾ താഴേക്ക് നോക്കിക്കൂടെ ശ്രദ്ധിച്ച് നോക്കി കാണാൻ പറ്റും. തൈകളാണ്. കവുങ്ങിന്റെ തൈയുണ്ട്, തെങ്ങിന്റെ തൈകളും വെച്ചിട്ടുണ്ട്. പിന്നെ അത്യാവശ്യം തേക്ക് മരങ്ങളും പ്ലാന്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ പ്രായമാണ് കവുങ്ങിന്റെയൊക്കെ പ്രായം. ചെറിയ തൈകൾ തന്നെയാണ്, വലുതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, പറയുന്നില്ല. അപ്പോൾ ഇതിൽ കുറേ തേക്ക് മരങ്ങളും, ഇത് മരങ്ങളല്ല, തേക്കിന്റെ തൈകളും പ്ലാന്റ് ചെയ്തിട്ടുണ്ട്. ഉള്ളത് തന്നെയാണ്. പിന്നെ കശുമാവിന്റെ ഒരു 3-4 കശുമാവ്, ഒരു പുളി, മാവ്, അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഇതിനകത്ത് ഉണ്ട്. നല്ലൊരു കരിങ്കല്ലൊക്കെ കെട്ടിയിട്ടുള്ള നല്ലൊരു ഓപ്പൺ കൊക്കർണി എന്ന് പറയും ഇവിടെ. ഇനിയിപ്പോൾ അതിൽ കിണർ എന്നും പറയും. അപ്പോൾ അതാണുള്ളത്. ഇതാണ് ഈ റബ്ബർ നിൽക്കുന്ന ഭാഗമാണത്. റബ്ബറും തെങ്ങൊക്കെയായിട്ട് നിൽക്കുന്ന ഒരു ഭാഗമാണിതിൽ. ഇതിൽ 1 ഏക്കർ 85 സെന്റ് സ്ഥലത്തിൽ 30 സെന്റ് നിലം കാറ്റഗറി ഉണ്ട് കേട്ടോ. ബാക്കിയുള്ളത് ഫുള്ള് പറമ്പ് കാറ്റഗറിയാണ്. ഫുള്ളും പറമ്പ് കാറ്റഗറിയാണ്. അതിൽ 30 സെന്റ് മാത്രമാണ് നിലം കാറ്റഗറി വരുന്നത്. ഈ പ്രോപ്പർട്ടി വരുന്നത് വടക്കഞ്ചേരി വില്ലേജാണ്. വടക്കഞ്ചേരി വില്ലേജാണ് വരുന്നത്. വടക്കഞ്ചേരി വില്ലേജും ഒരു അതിർത്തിയിട്ട് 2 വില്ലേജാണ് ഇതിൽ വരുന്നത്. ഒന്ന് കിഴക്കഞ്ചേരി വില്ലേജും വരുന്നുണ്ട്, ഒന്ന് വടക്കഞ്ചേരി വില്ലേജും വരുന്നുണ്ട്. അപ്പോൾ 2 വില്ലേജിലും കൊണ്ട് കിടക്കുന്നതാണ്, സർവേ നമ്പർ വായിക്കുന്ന സ്ഥലങ്ങളാണ് ഈ പ്രോപ്പർട്ടി. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. എൻ്റെ ഒരു പ്രത്യേക അഭ്യർത്ഥന കൂടിയാണ്. കാരണം ഇതെന്താ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഫാമുകളോ, അതുപോലെ കോഴി ഫാം, പോത്ത് ഫാം, പശു ഫാം, അങ്ങനെ എല്ലാത്തിനും വില കുറവുള്ള പ്രോപ്പർട്ടി ഒരുപാട് ആളുകൾ എന്നെ വിളിക്കാറുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ആളുകൾക്ക് കണ്ടോ, കിണർ കണ്ടോ, നല്ല സൂപ്പറായിട്ടുള്ള വെള്ളമാണ്. കൂടാതെ അപ്പുറത്തൊരു ബോർവെല്ലും ഉണ്ട് കേട്ടോ. ബോർവെൽ ഞാൻ അതിൽ ഭാഗം എടുത്ത് കാണിക്കാൻ വിട്ടുപോയതാണ്. പക്ഷേ കിണർ ഞാൻ ഓപ്പൺ വെല്ല് ഇവിടെ ഉണ്ട്, കാണിക്കുന്നുണ്ട്. സുലഭമായിട്ടുള്ള വെള്ളം കിട്ടുന്നതാണ്. മോട്ടർ ഇവിടെ നിന്നാണ് നമ്മൾ പമ്പ് ചെയ്യുന്നത്. തെങ്ങിലേക്കും ഇവിടേക്കൊക്കെ അടിച്ചു കൊടുക്കുന്നത് ഇവിടെ തന്നെയാണ് അടിക്കുന്നത്. അപ്പോൾ ഇതൊന്ന് ഫാമുകൾക്ക്, അതുപോലെ തന്നെ പശു ഫാമോ, ആട് ഫാം, പോത്ത് ഫാമോ എന്തിനു വേണമെങ്കിലും പറ്റുന്ന ഒരു നല്ലൊരു പറമ്പ് കാറ്റഗറിയിൽ പെടുന്നതും
നല്ലൊരു സ്ഥലവും കൂടിയാണ്. അപ്പോൾ ഇതെല്ലാവരിലേക്കൊന്ന് എത്തിച്ചു കൊടുക്കുക. പിന്നെ ഇവിടെ എനിക്ക് മെയിനായിട്ടൊരു കാര്യം പറയുന്നുണ്ട്, ഈ ഒരു വലിയ 110 kV ലൈൻ ഇതിൻ്റെ ഒരു സൈഡിലൂടെ പോകുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ പ്രത്യേകം എടുത്ത് പറയുകയാണ്. അപ്പോൾ അത് നിങ്ങൾ ഓർമ്മയിൽ വെച്ചിട്ട് വരിക. ഈ ഒരു 110 kV ലൈൻ ഇതിൻ്റെ ഒരു സൈഡിലൂടെ അങ്ങോട്ട് കയറി പോകുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് മറ്റുള്ള ബുദ്ധിമുട്ടുകളൊന്നുമില്ല. അപ്പോൾ താങ്ക് യു. അടുത്ത വീഡിയോയിൽ കാണാം.